ആധുനികതയുടെ കാലത്ത് നഷ്ടപ്പെടുന്ന ചിലതുണ്ട്. നാട്ടിൻപുറത്തിൻ്റെ ശ്രദ്ധയും കരുതലും ഉണർത്തുന്ന പോയ കാലം നമുക്കായി ബാക്കി വെച്ച ചിലത്. അങ്ങനെ ഒന്നിനെ അനുഷ്ഠാനം പോലെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് കോട്ടയം SH മൗണ്ടിലെ തടത്തിൽ വീട്ടിൽ പൊന്നമ്മ. പ്രസവശേഷം ഒഴിച്ചുകൂടാനാവാത്ത പേറ്റുകുളി പുതിയ തലമുറയ്ക്ക് കൂടി പകർന്നു തരികയാണ് പൊന്നമ്മ ചേച്ചി ചെയ്യുന്നത്. പ്രസവരക്ഷയ്ക്കായി അമ്മയെയും കുഞ്ഞിനെയും കുളിപ്പിക്കുന്നതിനെയാണ് പേറ്റുകുളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 പതിറ്റാണ്ടുകൊണ്ട് 550 കുഞ്ഞുങ്ങളെയും ഇവരുടെ അമ്മമാരെയും ഇവർ കുളിപ്പിച്ചു. അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യം വീണ്ടു നൽകുന്നതാണ് പ്രസവരക്ഷയുടെ ഓരോ രീതികളും. തൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ച് പൊന്നമ്മ ചേച്ചി സംസാരിക്കുന്നു. നമ്മൾ കുഴമ്പ് തേച്ച് ആ ശരീരം മൊത്തം ഇങ്ങനെ നമ്മൾ ആഴം എടുത്ത് തന്നെയാണ് തിരുമുന്നത്. അത് തിരുമുമ്പോൾ ആ നാടിചരമ്പുകളെല്ലാം നല്ല ഒരു ഓരോ ദിവസം ചെല്ലും തോറും അത് സോഫ്റ്റായി വന്നിട്ട് പിന്നെ നല്ല പഴയ രീതിയിൽ ആ പൊസിഷനിൽ തന്നെ വരും. ആ ശരീരത്തിൻ്റെ ആ ഘടനകൾ വയറാണേലും നമ്മൾ ശിരസ് മുതലാണ് തുടങ്ങുന്നത്. ഈ വേദവെള്ളത്തിൽ നമ്മൾ കുളിക്കുമ്പോഴത്തേന് തല നിറച്ച് എണ്ണ വെക്കണം. എണ്ണ വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളത് കീപ്പോട്ട് മുഖത്ത് പച്ച മഞ്ഞൾ അരച്ച് മാറ്റി വെക്കും. അതും ചിലർക്ക് ഈ പാലിൻ്റെ പാടയില്ലേ അതും ഇതും കൂടെ മിക്സ് ചെയ്യും. മഞ്ഞളും കൂടെ മിക്സ് ചെയ്തിട്ട് ആദ്യം മുഖത്ത് അത് തേപ്പിക്കും. അത് തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ കുഴമ്പ് തേക്കുമ്പോൾ തന്നെ മഞ്ഞപ്പൊടിയാണെങ്കിൽ ആ കുഴമ്പിനകത്ത് ഇടുക. ചൂടാക്കിയ കുഴമ്പ് മാറ്റി വെച്ചിട്ട് ഒരു ശകലം ഒന്ന് ആറി കഴിയുമ്പോഴത്തേന് ആ മഞ്ഞപ്പൊടിയും കൂടെ അതിനകത്തിട്ട് കലർത്തിയിട്ട് ശരീരം മൊത്തം അങ്ങ് തേക്കും. ഈ കുഴമ്പ് തേച്ച് കഴിഞ്ഞൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് രണ്ടാമത് ഈ മഞ്ഞൾ ദേഹം മുഴുവൻ തേപ്പിക്കും. പിന്നെ മുടി ഉണ്ടാകണമെന്നുള്ളവർക്ക് ഈ കയ്യൻ്റെയും തുളസിയിലയും പിന്നെ നല്ല ചെത്തിപ്പൂവില്ലേ അതിൻ്റെ അതും പിന്നെ എല്ലാം കൂടെ ഇടിച്ച് പിന്നെ എല്ലാം കൂടെ ചേർത്ത് ചതച്ചെടുത്തിട്ട് അതിനകത്തിട്ട് എണ്ണ കാച്ചുന്നത് നല്ലതാണ്. ശകല എണ്ണ എടുത്ത് അതിൻ്റെ നിറയെ വെക്കും. നിറയെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ കുട്ടിയെ കമത്തി കിടത്തും. എൻ്റെ മടിയിൽ തന്നെ എൻ്റെ മടിയിലാണ് കിടത്തുന്നത്. എന്നിട്ട് കമത്തി കിടത്തിയിട്ട് ശകല എണ്ണയും കൂടെ എടുത്ത് ആ തലയുടെ പുറയിലും എല്ലാം കൂടെ ഇങ്ങനെ തിരുമും. വട്ടം തിരുമണം, അല്ല ഇങ്ങനെ തിരുമരുത്. തലയിൽ ഇങ്ങനെ നമ്മൾ വെച്ചേച്ച് തിരുമുന്ന പോലെയല്ല. കുഞ്ഞുങ്ങളെ പുരട്ടുമ്പോൾ ഇങ്ങനെ കമത്തി കിടത്തിട്ട് അവരുടെ നെറ്റിക്ക് നമ്മുടെ ഈ കൈ ഇരിക്കും. എൻ്റെ ഈ കൈക്ക് അതായിരിക്കും അവരുടെ നെറ്റി ഇരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് തല മൊത്തം വട്ടം തിരുമും. ആ തിരുമിയ ചാക്കായി പുറത്തോട്ട് ഇങ്ങനെ പോരും. പിന്നെ പുറത്താണ് തേക്കണ്ടേ. പുറത്ത് തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ മുഖത്തൊക്കെ തേക്കത്തുള്ളൂ. അതുവരെ എൻ്റെ മടിയിൽ കിടത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഈ മുതുകിന് നല്ലപോലെ തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ മലത്തി പാളെ കിടത്തും. പാളെ കിടത്തിക്കൊണ്ടാണ് പിന്നെ കണ്ണും മൂക്കും എല്ലാം എടുക്കുന്നത്. കണ്ണ് ഇങ്ങനെ 2 വിരലുകൊണ്ട് ഈ 2 വിരലുകൊണ്ട് ഇങ്ങനെ എടുക്കണം നമ്മൾ. ഈ മൂക്കാണേലും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോയിട്ട് കീഴ്പോട്ട് എടുക്കും. എന്നിട്ട് ഇങ്ങനെ വെക്കണം. കുഞ്ഞുങ്ങളുടെ മൂക്ക് ഇങ്ങനെ വരും. ഈ വിരലയിലാണ് അതിൻ്റെ പണിയിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഇവിടം കൊണ്ട് ഈ നെറ്റി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുമും. പിന്നെ ഇവിടെ ഈ തള്ളവിരൽ കൊണ്ട് തന്നെ ഇവിടം തന്നെ ഇങ്ങനെ. അല്ലെങ്കിൽ ഈ പാല് കുടിച്ച് കഴിയുമ്പോഴും കുഞ്ഞുങ്ങളുടെ ഇവിടം തിരുമണം നമ്മൾ. അല്ലെ അവരുടെ ചുണ്ട് പൊങ്ങും. പാല് വലിച്ചു കുടിച്ച് കഴിയുമ്പോൾ അവരുടെ ചുണ്ട് പൊങ്ങും. അതിന് അവർ പാല് കുടി കഴിയുമ്പോൾ തള്ളമാർ ഞങ്ങൾ കാണിച്ചു കൊടുക്കും അവരോട്. ഇങ്ങനെ പയ്യെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുമണം എന്ന് പറയും. അന്നേരം ആ ചുണ്ടും മേളിലോട്ട് പൊങ്ങുകയില്ല. അതുപോലെ തന്നെ ഇപ്പം കുപ്പിയിലും ചില കുഞ്ഞുങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ തള്ളമാർക്ക് പാലില്ലാതെ വരുമ്പോൾ. അത് കുടിച്ച് കഴിയുമ്പോൾ അത് ചെയ്യണം. ചെയ്യുന്നത് നല്ലതാണ്. കുഞ്ഞുങ്ങളുടെ ചുണ്ടുമില്ല പൊങ്ങുകയില്ല. പിന്നെ കവിള് ഇവിടെ എല്ലാം അതുപോലെ തന്നെ ചെവിയാണേലും ഈ 2 വിരലല്ല ചെവിയുടെയും മൂക്കിൻ്റെയും പനിയെല്ലാം ഇരിക്കുന്നത്. അങ്ങനെ ചെയ്ത് പിന്നെ കുളിപ്പിക്കുമ്പോഴും ആദ്യം നമ്മൾ കമത്തി പിടിച്ച് പുറത്ത് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ളിടത്തെല്ലാം വെള്ളം ഒഴിച്ച് തോർത്തുന്നതും അങ്ങനെ തന്നെ. അവരെ മേലെല്ലാം തേച്ച് കഴിഞ്ഞ് മുഖമെല്ലാം കഴുകി തല കഴുകുമ്പോൾ കമത്തി പിടിക്കണം. കമത്തി പിടിച്ചിട്ട് തലയുടെ പുറകിൽ ഇവിടെ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് വടിച്ച് വിടും. വടിച്ച് വിട്ടിട്ട് വെള്ളം ഒഴിച്ചെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ദേഹമെല്ലാം തേച്ച് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ തല കഴുകുന്നത്. തല കഴുകി കഴിയുമ്പോൾ ആ വെള്ളം ഒഴിച്ച് കുഞ്ഞിനെ ഇച്ചിരി നൂർത്ത് നിറിയാലൊന്ന് ഊതും. ഊതി കഴിഞ്ഞിട്ട് പിന്നെ കമത്തി തന്നെ എൻ്റെ മടി കിടക്കും. കിടത്തിക്കൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ കൈക്ക് അത് തല നെറ്റിയിരിക്കും. എന്നിട്ട് തല തോർത്തുന്ന് അത് പുറം തോർത്തി കഴിഞ്ഞിട്ടേ തോർത്തുള്ളൂ. ആദ്യം പുറം തോർത്തും. മുതുക് വേണം ആദ്യം തോർത്താൻ.
കുഞ്ഞുങ്ങളെ ഒരു 4-5 ദിവസമാകാതെ കുളിപ്പിക്കത്തില്ല. തനിക്ക് പൂർണ്ണ സംതൃപ്തി നൽകുന്ന ഈ ജോലി ദേശകാലങ്ങളോ വാർദ്ധക്യമോ മൂലം ഒരിക്കലും തടസ്സപ്പെടരുതെന്നാണ് ആഗ്രഹമെന്നും പൊന്നമ്മ ചേച്ചി പറയുന്നു. ഹെൽത്ത് ഡെസ്ക്, മംഗളം ഓൺലൈൻ.